പ്രോഡിയൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ് ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക്. കസ്റ്റമർ ചോദിച്ച പ്രൊഡക്റ്റ് കസ്റ്റമർ ജസ്റ്റ് വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം ചോദിച്ച പ്രൊഡക്റ്റ് ഒരു കാർട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമർ ലിങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ചോദിച്ച പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ആയിട്ട് റെഡി ടു ചെക്കൗട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു നിൽക്കും. ഓർഡർ ഫുൾഫിൽമെൻറ്റ് പെട്ടെന്നാക്കും, ഓർഡർ കൺവേർഷൻസ് കൂടും. അതാണ് ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം, കൂപ്പൺ കോഡിൽ കസ്റ്റമൈസ് ചെയ്യാം, ഡെലിവറി ചാർജ് കസ്റ്റമൈസ് ചെയ്യാം, പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഡാഷ്ബോർഡിലേക്ക് ക്വിക്ക് ലിങ്ക്സിൽ വരിക, ജനറേറ്റ് ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക് എടുക്കുക. ഈ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് 2 പ്രൊഡക്റ്റ് ചോദിച്ചു, 2 പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. സാരിയും കുർത്തിയാണെന്ന് കരുതുക. ഞാൻ സാരിയും സെർച്ച് ചെയ്തു, സാരി ആഡ് ചെയ്തു, കുർത്തിയും സെർച്ച് ചെയ്തു, കുർത്തിയും ആഡ് ചെയ്തു. കൂപ്പൺ കോഡ് ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കൂപ്പൺ കോഡ് കൊടുത്തു. ഡെലിവറി ചാർജ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം അത്യാവശ്യം പ്രോഫിറ്റ് എനിക്കിതിലുണ്ട്. ജനറേറ്റ് ലിങ്ക് കൊടുക്കും, കോപ്പി വിത്ത് സമ്മറി കൊടുക്കുന്നു. കസ്റ്റമറിൻ്റെ വാട്സപ്പിലേക്ക് ഞാനിത് അയച്ചു കൊടുക്കും. കാർഡ് സമ്മറി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, ഡെലിവറി ചാർജ് 0, ടോട്ടൽ എമൗണ്ട് ഒക്കെ ഉണ്ട്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉണ്ട്. കസ്റ്റമർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ചോദിച്ച 2 പ്രൊഡക്റ്റും ഒരു കാർട്ടിൽ ആഡ് ആയിട്ട് ജസ്റ്റ് ചെക്കൗട്ടിന് റെഡി ആയിട്ട്, പ്ലേസ് ഓർഡർ റെഡി ആയിട്ട് വന്ന് നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കണം, കസ്റ്റമർ വന്ന് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യണം, പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കണം, അടുത്ത പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യണം, അതും ആഡ് ടു കാർട്ട് കൊടുക്കണം. അപ്പോൾ കസ്റ്റമറുടെ ബൈയിങ് കംപ്ലീറ്റ് ആവാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കസ്റ്റമർ ഇവിടുന്ന് പെട്ടെന്ന് ഡിസിഷൻ മാറി വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോകാനോ അത്തരം ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇതുവഴി ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക് വഴി ഓർഡർ കൺവേർഷൻ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നാക്കാൻ പറ്റും. കസ്റ്റമർക്ക് അഡ്രസ്സ് അടിക്കുക, പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് ഇൻറ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് മേടിക്കുക, ഓർഡർ കംപ്ലീറ്റ് ആക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ 2 പ്രൊഡക്റ്റാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്ത് വന്നിട്ടുണ്ട്, ഡെലിവറി ചാർജ് 0 ആണ്, 0 അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമറെ ഓർഡർ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ചാറ്റ് ബേസ്ഡ് സെല്ലേഴ്സിന്, ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടന്റിലൂടെ ചെയ്യുന്ന സെല്ലേഴ്സിന് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ്. ഇത് എത്ര പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും വേണമെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. 10, 20, 30 പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും നമുക്കൊരു കാർട്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമർ ഷെയർ ചെയ്താൽ അവർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഓപ്പൺ ആവും. ഇനി ഇൻ കേസ് പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് കൊടുക്കാം, സ്റ്റോക്ക് കുറവാണെങ്കിൽ സ്റ്റോക്ക് ആഡ് ചെയ്യാം, പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഫോർ എക്സാമ്പിൾ 2500 തന്നെയാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഒരു 10% ഡിസ്കൗണ്ട് പ്രൊഡക്ട്സ് നമുക്ക് അപ്ലൈ ചെയ്യണം. നോട്ട് ഓൺലി ഫോർ ദിസ് ഓർഡർ, കംപ്ലീറ്റ് പ്രൊഡക്റ്റിന് മൊത്തത്തിൽ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10% അടിക്കുക, ടാബ് അടിക്കുക, അപ്പോൾ 10% അപ്ലൈ ആവും. അപ്ഡേറ്റ് പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. സൈറ്റിൽ വരുന്ന സമയത്ത് ഇപ്പോൾ പ്രൊഡക്റ്റിന് ഓഫറൊന്നുമില്ല, ഡിസ്കൗണ്ട് ഒന്നുമില്ല. ചുരിദാറിന് റിഫ്രഷ് ചെയ്തപ്പോൾ 10% ഡിസ്കൗണ്ട് അപ്ലൈ ആയി. അങ്ങനെ ചേഞ്ച് ചെയ്യാം. സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോക്ക് ഇല്ലാത്ത കേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി പെട്ടെന്ന് നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടു, നമ്മുടെ ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് വൈറലായി, പ്രൊഡക്റ്റ് പക്ഷേ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ ആഡ് ന്യൂ പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. വളരെ ഈസി ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് ആഡ് ചെയ്യാനും പറ്റുകയും ചെയ്യും. ഇമേജോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്ത് പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ഇതാണ് ഈ ഫീച്ചർ, വളരെ ഹെൽപ്ഫുൾ ആണ് ചാറ്റ് ബേസ്ഡ് സെല്ലേഴ്സിന്. എക്സ്പ്ലോർ ഇറ്റ്. താങ്ക് യു.